മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാരുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. രാവിലെ 9 മണിക്ക് ബഹ്റിനിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനം ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, രാവിലെ പുറപ്പെടേണ്ട വിമാനമാണ് ഇതുവരെയായിട്ടും പുറപ്പെട്ടില്ല എന്നും പറയുന്നു. എന്താണ് ഇതിന് ഇവർ നൽകുന്ന വിശദീകരണം? ശ്രുതി പറഞ്ഞതുപോലെ തന്നെ രാവിലെ 7 മണിക്ക് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ബഹ്റൈനിലേക്ക് പോകേണ്ട വിമാനമാണ് ഇപ്പോഴും പുറപ്പെടാതെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കിടക്കുന്നത്. യാത്രക്കാർ രാവിലെ തന്നെ ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷമാണ് വിമാനം വൈകുമെന്ന അറിയിപ്പ് ലഭിക്കുന്നത്. ബോർഡിംഗ് പാസ് എടുത്ത ഉള്ളിൽ കയറിയ യാത്രക്കാർ ഇതോടെ കൂടുതൽ ദുരിതത്തിലായി. യാത്രക്കാരുടെ വലിയ പ്രതിഷേധത്തിനും വിമാനത്താവളം സാക്ഷ്യം വഹിച്ചു. എഞ്ചിൻ തകരാറ് മൂലമാണ് വിമാനം പുറപ്പെടാൻ കഴിയാത്തതെന്നാണ് വിമാനത്താവള അധികൃതർ നൽകുന്ന വിശദീകരണം. 7 മണിയോടുകൂടി തന്നെ വിമാനം ബഹ്റൈനിലേക്ക് പറക്കാൻ കഴിയുമെന്ന വിവരവും വിമാനത്താവള അധികൃതർ നൽകുന്നുണ്ട്. എങ്കിലും നിലവിൽ യാത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് 7 മണിക്ക് വിമാനം പുറപ്പെടും എന്നാണ്. ഇതോടുകൂടിയാണ് യാത്രക്കാരുടെ പ്രതിഷേധം അവസാനിച്ചത്. 7 മണിക്ക് വിമാനം പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനായിരിക്കും വിമാനത്താവളം സാക്ഷ്യം വഹിക്കുക. കാരണം ജോലി ആവശ്യാർത്ഥം അടക്കം ബഹ്റൈനിലേക്ക് പോകേണ്ട നിരവധി യാത്രക്കാരാണ് വിമാനം പോകാത്തത്, അല്ലെങ്കിൽ വിമാനം പുറപ്പെടാത്തതിനാൽ ഇപ്പോൾ ഇവിടെ കുടുങ്ങിയിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിമാനത്താവള അധികൃതർ എത്തിച്ചു നൽകിയാണ് പ്രതിഷേധം ഒരു പരിധിവരെ ശമിപ്പിക്കാൻ കഴിഞ്ഞത്. എന്തായാലും 7 മണിക്ക് വിമാനം പുറപ്പെടുമെന്നാണ് ഏറ്റവും ഒടുവിൽ യാത്രക്കാർക്ക് ലഭിച്ച അറിയിപ്പ്. ശ്രുതി തന്നെയല്ലേ, കാരണം അവസാന നിമിഷമാണോ ഈ യന്ത്ര തകരാർ എന്ന് പരിശോധിച്ചതിന് ശേഷം ഇവർ ഇങ്ങനെയൊരു കാര്യം പറയുന്നത്? തീർച്ചയായും ശ്രുതി, ബോർഡിംഗ് പാസ് എടുത്ത് വിമാനത്താവളത്തിനകത്ത് യാത്രക്കാർ കയറിയതിനു ശേഷമാണ് 7 മണിക്ക് പോകേണ്ട വിമാനം പുറപ്പെടില്ല എന്നൊരു അറിയിപ്പ് വരുന്നത്. യാത്രക്കാർ ചോദിച്ചപ്പോഴാണ് എഞ്ചിൻ തകരാറ് മൂലമാണ് വിമാനത്തിന് പോകാൻ കഴിയാത്തതെന്ന മറുപടിയാണ് ലഭിച്ചത്. എത്ര മണിക്ക് വിമാനം പുറപ്പെടാൻ കഴിയുമെന്ന് അപ്പോൾ തന്നെ യാത്രക്കാർ തിരിച്ചു ചോദിച്ചു. കൃത്യമായ ഒരു സമയം അപ്പോൾ പറയാൻ വിമാനത്താവള അധികൃതർ തയ്യാറായില്ല. ഉടൻ വിമാനം പുറപ്പെടും എന്ന ഒരു അറിയിപ്പായിരുന്നു ഇവർക്ക് ആദ്യം ലഭിച്ചത്. തുടർന്ന് വിമാനം പുറപ്പെടാത്തതിനെ തുടർന്നാണ് വിമാനത്താവളത്തിനകത്ത് യാത്രക്കാരുടെ പ്രതിഷേധമുണ്ടായത്. ഇവർ ഒച്ചവെച്ചതിനെ തുടർന്ന് വിമാനത്താവള അധികൃതർ എത്തി ഇവരോട് സംസാരിക്കുകയും ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളം അടക്കം നൽകാൻ തയ്യാറാവുകയും ചെയ്തു. തുടർന്നാണ് വിമാനത്താവള അധികൃതർ 7 മണിയോടുകൂടി വിമാനം പുറപ്പെടും എന്നൊരു അവസാന അറിയിപ്പ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. ശ്രുതി വ്യക്തമാണ്. എന്തായാലും രാവിലെ ബഹ്റൈനിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനമാണ് ഇതുവരെയും പുറപ്പെടാതെ ഇരിക്കുന്നത്. 7 മണിക്ക് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. എഞ്ചിൻ തകരാറാണ് ഇങ്ങനെ വൈകിയതെന്നുള്ള വിശദീകരണമാണ് ഇവരിൽ നിന്നും ലഭിക്കുന്നത്.